തെരഞ്ഞെടുപ്പ് വിജയത്തില് BJP ജയിച്ചു അല്ലെങ്കിൽ NDA ജയിച്ചു എന്നുള്ള അവലോകനങ്ങൾ നടത്തുന്നതിന് മുമ്പ് 65 ലക്ഷം മനുഷ്യര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 65 ലക്ഷം മനുഷ്യരെ SIR-ന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നേടിയൊരു വിജയമാണ്. അപ്പോ ഈ വിജയം യഥാർത്ഥത്തിലുള്ള വിജയമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ രാജ്യത്തെമ്പാടും പലതരത്തിലുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശിലെ പോലും നരേന്ദ്രമോദിയുടെ വാരാണസിയിലെ വിജയം പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വപരമായ നിലപാടുകളും ഒക്കെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോൾ ഇതൊന്നും നോക്കാനായിട്ട് സമയമില്ലാതെ മാറ്റിവെക്കുന്ന കോടതി വിധികൾ വരുന്ന കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിനെയല്ല പരാജയപ്പെടുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റപ്പോൾ പോലും ഇന്ദിരാഗാന്ധിയോ കോൺഗ്രസോ ഒരിക്കൽ പോലും ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഈ രാജ്യത്ത് പലവട്ടം പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ തോറ്റിട്ടുണ്ട്. അന്നൊന്നും ഒരാളും സംശയം ഉന്നയിച്ചിട്ടില്ല. ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും സംശയത്തിന്റെ നിഴലിലാകുന്നു. മുഖ്യ ഭരണാധികാരി പോലും കള്ളയൊപ്പിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഞാൻ കോൺഗ്രസിന്റെ പരാജയമോ തേജസ്വി യാദവിന്റെ RJDയും പരാജയമായി കാണുന്നില്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരാജയമായിട്ടാണ്. യാഥാർത്ഥ്യങ്ങളെ കാണാതെ നരേന്ദ്രമോദി ഇത്തരത്തിൽ നേടുന്ന വ്യാജ ഡിഗ്രിയുടെ അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ മാത്രം ബലത്തിൽ മെയിനിങ്ങടിക്കുന്ന നരേന്ദ്രമോദിയുടെ BJPയുടെ ഇലക്ഷൻ കമ്മീഷന്റെ സഖ്യ സർക്കാരിൽ നേടുന്ന തുടർഭരണം, ആ തുടർഭരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ജനവിധിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെമ്പാടും തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ വോട്ടധികാർ യാത്രയിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അണിനിരുന്നത്. ഇന്ത്യയിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചെറുപ്പക്കാരാൽ സമ്പന്നമായ രാഷ്ട്രീയ റാലികൾക്ക് സാക്ഷ്യം വഹിച്ച ബീഹാറിൽ ഇങ്ങനെ ഒരു ജനവിധി വന്നാൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനുശേഷവും BJPയുടെ സിറ്റിംഗ് MLA പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ വോട്ട് കള്ളൻ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജനക്കൂട്ടം അയാൾക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു. ആ പോളിംഗ് ബൂത്തിൽ നിന്ന് ആട്ടിപ്പായ്ക്കുന്ന കാഴ്ച ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ BJPക്ക് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ BJPയും നിതീഷ് കുമാറും അധികാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനവിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചിട്ട് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറ്റിയിട്ടില്ല. ഏറ്റവും അവസാനം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ഇരട്ട വോട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഡ്രൈവർ കള്ളവോട്ടാണ് ചേർത്തതെന്നുള്ള ആരോപണം വന്നിട്ട് അതിനെ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? രാജ്യത്തെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വലിയ രീതിയിൽ സംശയത്തോടെയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതായി ഞാൻ കാണുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ശശി തരൂരിന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതും ശരിയല്ലേ? ഈ വോട്ട് ഈ അട്ടിമറി ആരോപണം നമ്മൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഈ പരാജയ കാരണം കൂടെ പഠിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാനുള്ള കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും പരാജയ കാരണങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ മുൻപും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കും, ഇനിയോ വന്നിട്ടുള്ള ഈ പരാജയത്തെയും പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പരാജയം കോൺഗ്രസിന്റെയോ തേജസ്വി യാദവിന്റെയോ RJDയുടെ മാത്രമല്ല. ഈ പരാജയം യഥാർത്ഥത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജനഹിതത്തിനേറ്റ പരാജയമാണ്. യഥാർത്ഥത്തിലുള്ള ജനവിധിയായിട്ട് ഇതിനെ കാണുന്നില്ല. അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഇഴകേറി പരിശോധിക്കും. പക്ഷെ ശശി തരൂർ അങ്ങനെ പറയുമ്പോൾ ശശി തരൂരിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കുറഞ്ഞതെന്നുകൂടി അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. രാജ്യത്ത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യപ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഈ ചേരിയിൽ നിന്നുകൊണ്ട് മറുചേരിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന പരിപാടി അദ്ദേഹം നിർത്തണം. ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളിൽ അദ്ദേഹം എത്രത്തോളം ഇടപെട്ടു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശശി തരൂർ കോൺഗ്രസിൽ നടത്തുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്ന് കൃത്യമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്നു കൊണ്ട് നടത്തേണ്ട പ്രതികരണമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇരിക്കുന്ന സ്ഥാനത്തിനോട് വില കൽപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായമല്ല നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുകൂടി വിലയിരുത്തേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.